ഹലോ ഗീസേ, രേണുസുധീനെ ഒന്ന് മുതലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെങ്ങായി വന്നിട്ടുണ്ടായിരുന്നു കേസ്. പക്ഷേ അതിസാഹസികമായിട്ട് രേണുസുധി എന്ന് രക്ഷപ്പെട്ടു എന്നുള്ള സംഗതിയാണ്. സംഗതി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഗതി. ആ ഒരു ന്യൂസാണ് രേണുസുധീനെ ഇങ്ങനെ ഒരു പീഡിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ രേണുസുധി പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് മാറിപ്പോകുമായിരുന്നു കേസ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതായത് ഇവിടെ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുധീനെ ആർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യുക, എന്ത് പറയുക, എന്ത് ചെയ്താലും പറഞ്ഞാലും ഒരു വിഷയമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു 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 സൈക്കോളജിയാണ് കേരളത്തിൽ പൊതുവേ ഒരു സംഗതി ഉള്ളതെന്ന് തോന്നുന്ന കേസ്. ഇത് ആ വിഷയം പറയാം, എന്നിട്ട് ഒരു സാധനം കൂടി ഇതിൽ ചേർക്കാം. ഇതിൽ പല വിവരങ്ങളും പുറത്ത് വന്നിട്ടൊന്നുമില്ല, നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ പുറത്ത് വിടുന്നതായിരിക്കും കേസ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുധി ദുബായിൽ ഇരുന്ന സമയത്ത് ഗൾഫിലൊക്കെ കുറേ പ്രോഗ്രാംസൊക്കെ ഒരുക്കി കിട്ടുന്നുണ്ട്, പ്രൊമോഷൻസ്, കുറേ സംഭവങ്ങൾ, ഉദ്ഘാടനങ്ങൾ, അങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ പോകണ്ടല്ലോ വരും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതന്നെ പല ആളുകൾക്കും ഭയങ്കര വിഷയമാണ്. ദുബായിൽ പോയിട്ട് എന്തോ മറ്റേ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിലും ഒരു നെഗറ്റീവ് സാധനം കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഒന്ന് ഷഫീന, ഒന്ന് അതുൽ, അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ഊള ഫാൻസും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഞാനിവിടെ ഇത് രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ആ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ജന്തുക്കളുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞൊരു സാധനം, ഓള് ദുബായിലായിരിക്കുന്ന സമയത്ത് രേണുസുധിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നിരുന്നു. അതായത് അവരുടെ പുതിയ ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം എന്താ കുണുങ്ങി എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ള ഒരു ചെങ്ങായാണ്. അതിനുള്ള ആളുടെ പേര് വിപിൻ ലാൽ എന്നൊക്കെയാണ്. സംഗതി അവർ തമ്മിൽ എന്താ കമ്മ്യൂണിക്കേഷനിൽ ആ വോയിസുകൾ ഫുള്ളായിട്ട് രേണുസുധിക്ക് കേൾക്കാൻ പറ്റിയില്ല എന്നൊരു സംഗതി രേണുസുധി പറയുന്നുണ്ട് കേസ്. എന്തായാലും സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എത്തിയപ്പോൾ അതിൻ്റെ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഒരു പാർട്ടി വെയർ പോലുള്ളൊരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു തന്ന സാധനം അത് വേറൊരു ടൈപ്പ് സാധനമാണ്. ഒന്നാമത്തെ കാര്യം, അത് കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയ രീതിയിൽ ശരീരം ആവുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് അതൊന്ന്. അതല്ല കേട്ടോ ഇതിൽ ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ വേറെ സംഭവം, അതിൻ്റെ സീനുകൾ എന്താ അറിയുക. സീനുകൾ എന്താ വെച്ചാൽ അത് സ്റ്റോറി ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്. ഒരു ആർമിക്കാരൻ ശരിക്കും പറയുകയാണെങ്കിൽ ആർമിക്കാരെ അപമാനിച്ചു വേണ്ട ആ ചങ്ങായിക്കെതിരെ കേസ് എടുക്കണം. കേസ് പിന്നൊരു കലാപരമായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിന് അങ്ങനെ എടുക്കാം. പക്ഷെ വേണമെങ്കിൽ ഒരാൾക്ക് സീരിയസ് ആയിട്ടൊക്കെ അത് ആ രീതിയിലൊക്കെ എടുക്കാം. വേറെ സംഭവം, ഇപ്പോൾ പർപ്പിളിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, ആ കാർഡ് വെച്ചിട്ട് മറ്റേ ടോളിൻ്റെ അത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ആർമിക്കാരെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ഒരിക്കലും അങ്ങനെ ആർമിക്കാരെ അപമാനിച്ചിട്ടൊരു സാധനം അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു കഥ കേട്ടിട്ട് നമുക്കൊന്ന് ആർമിക്കാരെ അപമാനിക്കാൻ വേണ്ടി ചെങ്ങായിട്ടിരിക്കണ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അത് രേണുസുധീനിക്കും കൂടി ഒരു പണിയെടുക്കാൻ വേണ്ടി ചെയ്തൊരു സാധനമായിരുന്നു ഒക്കെ വേണമെങ്കിൽ അറിയിറ്റ് ചെയ്യാട്ടോ, നമുക്ക് അറിയാത്തോണ്ടെന്നല്ല. അപ്പോൾ അതുലിൻ്റെ ഷഫീനയുടെയൊക്കെ ഒരു ശൈലിയിൽ, ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് അത് ചെയ്യണമെങ്കിൽ ആ വിപിനൊക്കെ തേച്ചൊട്ടിക്കാനുള്ള സാധനമുണ്ട് ഇവിടെ. ഓക്കെ, അതിൻ്റെ ഡയറക്ടറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ വിപിൻ്റെ വൈഫും കൂടി ഇവരാണ് ഇതിൻ്റെ ബാക്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് എങ്ങനെ അഭിനയിക്കണം, എന്താ സംഭവം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ മനസ്സിലായത് രേണുസുധിക്ക് അത്ര ഉണ്ടാക്കി എനിക്കിങ്ങനെ അഭിനയിക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ എങ്ങനെ അഭിനയിക്കാൻ പറ്റൂല എന്ന് പറയുന്നത്, രേണുസുധി ഭയങ്കര എന്താ പറയുക മനസ്സിലായത്, ഭയങ്കര ക്യാരക്ടറുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള കേസ്. അല്ലെങ്കിൽ രേണുസുധിയുടെ കുറച്ച് എത്തിക്സ് ഉണ്ട്. എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ, എന്താണ് ലിമിറ്റ് ഉള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ, ഒരു ആർട്ടിസ്റ്റിൻ്റെ രീതിയിൽ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് പലതും ചെയ്യാം വിത്തിൻ ലിമിറ്റ്സ്, വിത്തിൻ ലീഗൽ ലിമിറ്റ്സ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു വരുന്നത് അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞ സംബന്ധിച്ച് അതിൽ സംഗതി എന്താ വെച്ചാൽ, ഒരു മിലിറ്ററി ഓഫീസർ എന്താ അവർ ഹണിമൂണാണ്. അപ്പോൾ ഭാര്യയായിട്ട് ഒരു റിസോർട്ടിൽ പോവാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അത് ഫുള്ള് കാമാണ് അതിൽ കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്തൊക്കെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുധി ഭയങ്കര, അതായത് ഇറക്കം കുറഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് രേണുസുധീനെ രണ്ട് കാലിങ്ങനെ കവച്ച് വെച്ച് ഇങ്ങനെ എടുത്തിട്ട് പോണ ഒരു സീൻ, അത്രയും ഒരു സീൻ. പിന്നെ വേറെ സീൻ എന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ മറ്റേ പൊക്കിളിൽ മുന്തിരി വെച്ചിട്ട് അതിങ്ങനെ കടിച്ചെടുക്കണം അത്രേ. ഇത് ആരെങ്കിലും നായകൻ എന്നറിയാം, ആർമി ഓഫീസറായിട്ട് അഭിനയിക്കണത് ആരും അറിയോ, ഈ ചെങ്ങായി വിപിൻ ലാൽ എന്ന് പറഞ്ഞ ചെങ്ങായി. എന്ത് പൂത്തിക്കണ്ണനാ അത്. അപ്പോൾ അത് അവസ്ഥ ആലോചിച്ചിട്ട്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സീൻ എന്താ, അപ്പോൾ ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞത്രേ. പിന്നെ വേറെ സീൻ എന്താ വെച്ചാൽ, ഇവള് മദ്യപിച്ച് നിൽക്കണ രീതിയിൽ അഭിനയിക്കത്രേ. മദ്യപിച്ചിട്ട് എന്ത് ചെയ്യണം അത്രയെന്നറിയോ, മദ്യപിച്ചിട്ട് ഈ ചെങ്ങയുടെ മുടിയുടെ ഇവിടെയൊക്കെ ഉമ്മ കൊടുത്തിട്ട്, അതായത് ഇങ്ങനെ കാമം കയറി നിൽക്കണ ഒരു പെണ്ണ് എന്നുള്ള ലെവലിൽ കാണിക്കണം അത്രേ.
അപ്പോൾ ഇയാളുടെ മൈൻഡിൻ്റെ ഒരു സംഭവം എന്താണ്, ഇതിൽ വേറൊരു കളിയുണ്ട് കേസ്. ഇത് ഷഫീന ബീവിക്ക് ഇതിൽ ഒരു പങ്കുണ്ട് എന്നാണ് രേണുസുതി പറയുന്നത്. അങ്ങനെ ആവാം കേട്ടോ, അങ്ങനെ ആവാം. സംഭവം എന്താ വെച്ചാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ഷഫീന ബീവി എന്താണ് ഇപ്പോൾ കിച്ചുവിൻ്റെ അടുത്ത് പോയിട്ട്, രേണുസുതിയുടെ വീടുണ്ട് കിച്ചുവിൻ്റെ അടുത്ത് പോയിട്ടും കിച്ചുവായിട്ട് ഭയങ്കര കമ്പനിയപ്പോൾ അതെന്താ വെച്ചാൽ രേണുസുതിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രയോഗിക്കൊരു ആയുധം കിട്ടണല്ലോ, അതിനുള്ള സംഭവമാണ്. നാരദൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം, ഞാൻ കഥാപാത്രം അങ്ങനെ വിചാരിക്കണ്ട, തമ്മുത്തല്ലി ഉണ്ടാക്കണ ഒരുത്തി എന്നൊരു ലെവലില്ല. അവർക്ക് കണ്ടൻ്റ് ആണല്ലോ എല്ലാം, ഇങ്ങനെ പൈസ ഉണ്ടാക്കിയാൽ മതി യൂട്യൂബിലൂടെ. അപ്പോൾ ഈ മൂപ്പത്തിയേര് എന്താ വെച്ചാൽ വിപിൻലാൽ ഈ ചെങ്ങായി ഉണ്ടല്ലോ, ഈ ചെങ്ങായിയുടെ കൂടെയുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വിപിൻലാൽ ആ സാധനം നറേറ്റ് ചെയ്യുന്ന രീതി കാണണം. അയ്യോ ഞാനൊന്നും അഭിനയിക്കാൻ പറ്റില്ല എന്ന് രേണുസുതി പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ പക്ഷേ മൂപ്പര് ആ പോയിന്റ് കയ്യിൽ നിന്ന് പോകണുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണതൊക്കെ മൂപ്പർക്ക് തന്നെ എതിരായിട്ട് വരും. ഇവൻ രേണുസുതി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവളെ ഇങ്ങനെയൊക്കെ അഭിനയിപ്പിച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഭാര്യയ്ക്ക് പറയുന്നത് ഈ ഡ്രസ്സ് ഇട്ടുള്ളൂ എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഭാര്യയ്ക്ക് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് രേണുസുതിക്ക് അതുപോലെ ആവണമെന്നുണ്ടോ? രേണുസുതിക്ക് നാണമാനുള്ള ഒരുത്തിയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സംഭവം. എന്നിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ട് ഷഫീന ബീവിക്ക് അയച്ചു കൊടുക്കാനുള്ള പരിപാടി, എന്നിട്ട് ഏതെങ്കിലും ഫോൺ സൈറ്റുകളിലൊക്കെ ഇടാനുള്ള പരിപാടിയാവുന്നത് മനസ്സിലാവുണ്ടോ? അങ്ങനെ രേണുസുതിനെ തകർക്കാനുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു രേണുസുതിയുടെ ഒരു ആരോപണം. ഷഫീന ബീവിക്ക് വേണ്ടി വിപിൻലാൽ എന്ന പേരുള്ള ചെങ്ങായി കളിച്ച ഒരു കളിയാണെന്ന്, ഷഫീന ബീവിയുടെ നിന്ന് കാശ് വാങ്ങിയിട്ട് ആണ് ഇത് ചെയ്യണത് എന്നൊക്കെയാണ് രേണുസുതിയുടെ ഒരു ആക്ഷേപം. അപ്പോൾ രേണുസുതി പറഞ്ഞതെന്ന് വെച്ചാൽ രേണുസുതിയുടെ കൂടെ കുറച്ച് യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചെക്കന്മാരും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഉമ്മാർ പീഡിപ്പിച്ചിട്ടുണ്ടാവും, കൊന്നിട്ടുണ്ടാവും, കുഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് മൂപ്പത്തിയിൽ പറയണത്. അത് പേടിയുടെ പേരിൽ പറഞ്ഞായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു പെണ്ണ് അങ്ങനെ വന്നിട്ട് എനിക്കിങ്ങനെ ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ രേണുസുതിക്ക് പകരം വേറൊരാളാണ് വിചാരിക്കുക. ഇവിടെ എത്ര ചർച്ചയായിട്ടുണ്ടായിരിക്കും ഇത്. ഇവിടെ രേണുസുതി ആയതുകൊണ്ട് ഇവിടെ 24 ന്യൂസിനും ശ്രീകണ്ഠനായിരിക്കും ഇവർക്കൊന്നും ഒരു വാർത്തയാക്കേണ്ട, ഒരു കോപ്പ് ആക്കേണ്ട, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ പ്രതികരിക്കണമില്ല, ഒരു കോപ്പുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. എങ്ങനെയുണ്ട് ഇതിലെ വേറെ സാധനം? ഈ വിപിൻലാൽ എന്ന് പേരുള്ള ചെങ്ങായി അതിൽ ആൾക്കൊന്ന്, അതായത് കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്ന രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, രേണുസുതിനെ വെച്ച് കാശുണ്ടാക്കുന്ന കുറച്ച് ടീംസ്. അപ്പോൾ അവരെ വിളിക്കണം എന്ന് രേണുസുതി പറഞ്ഞു അത്രേ. അപ്പോൾ ഒരുപക്ഷെ ഇയാൾ ആവും ചിലപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ടായിരിക്കുക, പ്രൊമോഷൻ ആവുമല്ലോ, പടം റെഡിയാകാൻ വേണ്ടിയിട്ട്, ഹിറ്റാവാൻ വേണ്ടിയിട്ട്, ഷോർട്ട് ഫിലിം. അപ്പോൾ ഇയാൾ പറയുന്ന സാധനം ഇയാൾക്ക് എങ്ങനെയും വൈറലായാൽ മതി എന്നുള്ളൊരു സാധനമാണ് എഴുതിയത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു അബദ്ധം പറ്റിയത് ഇയാൾ പറഞ്ഞത് 8 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സീൻ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ 21 റീൽസാണ് അവർ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് പോയാറുള്ളൂ. അതായത് അവർ തുരുത്തുരുന്നതിനെ വീഡിയോസ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. അത് ബാഡായ ഒരു സംഭവമായിട്ടൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. പക്ഷേ പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് അതൊരു ബൗണ്ടറി കിട്ടിയില്ല എന്നുള്ളൊരു സാധനമാണ് കേസ് എനിക്ക് തോന്നുന്നത്. എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം എന്നുള്ളൊരു സാധനം, എന്ത് പെർമിറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിപിൻലാൽ ഒരുപക്ഷെ അയാൾ കാമപ്രാന്തൻ എന്നുള്ള ലെവലിൽ അയാളാണ് അതിലെ നായകനിട്ട്. അതാണ് ഇതിലൊരു രസം. അയാളങ്ങനെ ചെയ്തായിരിക്കും. ദാസേട്ട് കോഴിക്കോടിനൊന്നും ഇത് അഭിനയിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞത്. രേണുസുതി എങ്ങനെ വേണമെങ്കിൽ അഭിനയിച്ചോളും, പക്ഷേ ദാസേട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ദാസനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെയാണ് മൂപ്പര് ഒരു ഇതിൽ പറയണത്. മൂപ്പര് ഒരു ഫണ്ടിലൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക റീലിൽ, പക്ഷേ മൂപ്പര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്, നല്ല സംവിധായകൻ. എന്താ സംഭവം? അല്ല വേറൊരു കാര്യമുണ്ട്, അതൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. രേണുസുദീനെ പിന്നെ എല്ലാവരും അത് ഏത് രീതിയിൽ കാണുന്നുണ്ടായിരിക്കുക. പക്ഷേ വേറെ കാര്യം ഇതിൽ പോസിറ്റീവായ രീതിയിൽ വേറെ എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ഇത് ചെയ്തു എന്നുള്ളത് കൊണ്ട് രേണുസുതി മോശക്കാരിയാണെന്ന് പറയാൻ പറ്റില്ല. അഥവാ അങ്ങനെ ചെയ്തു തരും. ഇപ്പോൾ രേണുസുതി പേടിക്കണ്ടല്ലോ, ഇത് ഷഫീന ബീവിക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്നെ ട്രാപ്പിലാക്കാൻ നോക്കിയതാണെന്ന് ഞാൻ ആ ഒരു പോയിന്റ് വെച്ചിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങി ആ വീഡിയോ വെച്ചിട്ട് ഷഫീന ബീവി എന്തെങ്കിലും ചെയ്തു വിചാരിക്കാം, അല്ലെങ്കിൽ ആ വീഡിയോസ് ഷഫീന ബീവിയുടെ പോയി വിചാരിക്കാം. അപ്പോൾ ഇതെന്താ കാര്യം, എന്താ രേണുസുതിയുടെ കാര്യം പറയാമല്ലോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തൊരു സാധനമാണെന്നൊക്കെ. അതൊരു ആർട്ട് വർക്കും രീതിയിലെടുക്കാം. പക്ഷേ ഇത് എല്ലാം കൂടിയും കൂട്ടി വായിക്കുന്ന സമയത്ത്, അതായത് ഇയാൾ അവിടെ പോയിട്ട് ആ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ രേണുസുതി വിചാരിച്ച പോലുള്ള ഡ്രസ്സല്ലായിരുന്നു അത്. അതുപോലെ അതിലെ സീനുകൾ, അതിൽ ഷഫീന ബീവിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അല്ല, അവർ തമ്മിലുള്ള ടോക്ക് എല്ലാം കൂടി കാണുമ്പോൾ എനിക്ക് തോന്നിയത് സംതിങ് ഫിഷി, എന്തോ ഒരു ഇതുണ്ട് അവിടെ. രേണുസുതിക്ക് പകരം വേറൊരാളാണിത് വിചാരിക്കുക. എന്നിട്ട് അയാളിങ്ങനെ ആരോപണം ഉന്നയിക്കുകയാണ്, ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും അത് കൊട്ടി ഘോഷിച്ചിട്ട് ആ പെണ്ണിൻ്റെ കൂടെ നിന്നായിരുന്നു. ഇവിടെ രേണുസുതി ആയതുകൊണ്ട് കൂടെ നിൽക്കൂല അല്ലേ? അപ്പോൾ രേണുസുതി എന്താ പെണ്ണല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ അയച്ചക്ക്? അപ്പോൾ ഇത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കണത്. ഇവർക്ക് എങ്ങനെയാ വെച്ചാൽ രേണുസുതിനെ 10 ചീത്ത വിളിച്ചാലാണ് അങ്ങോട്ട് കയറുക. ഏത് മാസ്റ്റർ മൈൻഡ്
അങ്ങനെ ഒരു ചങ്ങായി ഉണ്ടല്ലോ മനിയോ, ഷെഫീന ബീവി, അതുൽ, പക്ക നെഗറ്റീവ് വോളികളാണ്. ഇതൊന്നും പറയല്ല. ഇപ്പോൾ ഇത് കുട്ടികളാണ്. രേണുസുധീനെ എങ്ങനെയെങ്കിലും ഈത്ത വിളിച്ചിട്ടും നെഗറ്റീവ് പറഞ്ഞിട്ടും ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തിട്ടും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും രേണുസുധീനെ തകർക്കുക, രേണുസുധീനെ ഇല്ലാണ്ടേക്കുക എന്നൊക്കെ ഒരു സാധനം. അത് ഇതൊരു സംഭവമാണ്. ഇതൊരു തരം ഭീരുത്വം കൂടിയാണ് തോന്നുന്നു നിങ്ങളെ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ. അവളുടെ കാര്യത്തിൽ അധികം ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ളതിലല്ലേ ഇവർ ചെയ്യണത്. ആരും ചോദിക്കാനും പറയില്ലാത്ത ആളുകളുടേതാണ് ഇവന്മാരുടെ ഈ ഗുണ്ടായിസം. എന്തെന്ന അവസ്ഥ ആലോചിക്കുന്നത്. എന്തായാലും രേണുസുധിയോടൊപ്പം ഗൈസ്, രേണുസുധിക്ക് ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. രേണുസുധിയുടെ കൂടെ നമ്മൾ കുറച്ച് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ 2 ദിവസം മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചാണ്. പിന്നെ വേറെ കുറച്ച് തിരക്കുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആയി പറ്റിയില്ല. വിചാരിച്ച പോലെ ആവണില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനലൊന്ന് ആക്റ്റീവ് ആവണമെന്നുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് റിയാക്ഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ല. മൈക്ക് ഇല്ല, മൈക്ക് കേട് വന്ന്. അപ്പോൾ ഒരു മൈക്ക് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഉഷാറൊക്കെ കൊണ്ടുവരുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോസാണ് നമ്മുടെ കണ്ടൻറ്റ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളങ്ങനെ ഹൈപ്പ് വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. എവിടെയാണ് പ്രൈവസി കിട്ടുന്നത് അവിടെ നിന്നിട്ടൊരു വീഡിയോ ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അതൊരു സാധനം. അല്ലാണ്ട് വല്ലാണ്ട് രീതിയിൽ എഡിറ്റിങ്ങും സാധനമൊന്നുമില്ല. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, അതിനുള്ള ക്ഷമയില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഒരു മെറിറ്റിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുള്ളൂ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ.